നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനിയിപ്പോ വസന്ത എങ്ങാനോ അറിഞ്ഞാൽ അവള് പടയം ഒരുക്കിക്കൊണ്ട് ഇങ്ങോട്ട് പോരും. പിന്നെ അവള് തന്നെ നാട്ടുകാരെയും അയൽക്കാരെയും ഒക്കെ അറിയിച്ചോളൂ. മോളെ, നിന്നോട് മാത്രം അച്ഛനാ രഹസ്യം പറയാം. എന്താ അച്ഛാ? അത് എന്റെ ഭൂമിയുടെ ആധാരം മോഷ്ടിച്ചത് മറ്റാരുമല്ല, മനോജ. പ്രമാണം മോഷ്ടിച്ചത് മനോജാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞതാ. നേരത്തെ അറിഞ്ഞെന്നോ? എന്നിട്ട് നീ അത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ആധാരത്തിന് വേണ്ടി മുക്കും മൂലയും അരിച്ചു പറക്കി ഞാൻ പ്രാന്തരത്ത് നടക്കുന്ന നീയും കണ്ടതല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാ മോളി നീ എന്നോട് പറയാതിരുന്നത്? അച്ഛന് വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, പക്ഷെ അത് പറഞ്ഞാലുണ്ടാവുന്ന ഭൂകമ്പത്തെ പേടിച്ച് മനഃപൂർവ്വം പറയാതിരുന്നത് അച്ഛാ ഞാൻ. എന്നിട്ട് മനോജ് തന്നെ അക്കാര്യം തുറന്നു പറഞ്ഞ് അച്ഛന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞല്ലേ? അത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അച്ഛനോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അടിച്ച് പുറത്താക്കുമെന്ന് ഞാൻ അവനെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് ആ പ്രശ്നം ഒരുവിധം ഒതുങ്ങി. പ്രകാശേട്ടന്റെ പണത്തിൽ തന്നെ അവൻ കണ്ണുവെക്കുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ അത് തടയായിരുന്നു. എന്നെ കുറിച്ചുള്ള അപവാദങ്ങൾ പോലും ചിരിച്ചുകൊണ്ട് നേരിട്ടവളാ ഞാൻ. പക്ഷെ ഓരോ ദിവസവും ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളാ. എന്തൊരു വിധിയായത്! യാതൊരു പേരുദോഷവും വരുത്താത്ത മാധവൻ നായരുടെ മകൻ സ്വന്തം കുടുംബത്തെ കൊള്ളയടിക്കുന്ന മുടിയനായ പുത്രനാണെന്ന് നാട്ടുകാരറിഞ്ഞ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി എന്ത് വേണമെന്ന് എനിക്ക് അറിയില്ല അച്ഛാ. ഇപ്പോഴത്തെ എന്റെ പേടി സ്വപ്നം ഹരിതയാ. ഒരു ഭാഗത്ത് കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം, മറുഭാഗത്ത് ഭർത്താവിന്റെ മോഷണ ശ്രമം. അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അതിനപ്പുറം ആ കുറിപ്പ്. അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അച്ഛൻ അറിയില്ല മോളെ. അച്ഛൻ വിഷമിക്കാതെ. എല്ലാ വഴികളും അടയുമ്പോ എവിടെയോ ഒരു വഴി അടയാതെ കിടപ്പുണ്ട്. ആ വഴി ദൈവം തന്നെ കാണിച്ചു തരും. അങ്ങനെ ആശ്വസിക്കാം നമുക്ക്. മോളെ, നീയാണ് ഈ വീട്ടിന്റെ മൂത്ത സന്ധിതയായിട്ട് പിറക്കേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാവർക്കും നീ ഒരു മാതൃകയായനെ. എന്ത് ചെയ്യാം, നിന്റെ അമ്മയുടെ വയറ്റിൽ പിറന്നത് പാഴ്ജന്മങ്ങളായിപ്പോയി. പ്രകാശനും വസന്തയും ദൈവം അനുഭവിക്കാനായിട്ട് തന്ന രണ്ട് അബദ്ധങ്ങൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.